ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് എൻ്റെ റൂമിൻ്റെ അവസ്ഥേനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാരണം ഇന്ന് നേരം വെളുത്തപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ വൃത്തിയാക്കിയ എൻ്റെ റൂമിൻ്റെ അവസ്ഥയാണിത്. ഞാൻ മഗ്‌രിബിന് വന്ന് നോക്കുമ്പോൾ ഈ റൂമിൻ്റെ കോലം കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടു. അങ്ങനത്തെ അവസ്ഥയിലാക്കി വെച്ചിക്ക്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് സ്കൂളും ഇല്ലല്ലോ, അതാണ് ഈ കോലം. കാരണം സ്കൂളുണ്ടെങ്കിൽ അവർ വരുന്നവരെങ്കിലും വൃത്തിയായി കിടക്കുമല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ അവസ്ഥ, കിടക്കുന്നത് വരെ വൃത്തിയാക്കൽ തന്നെ പണി. അപ്പോൾ മക്കളുള്ളവർക്ക് ഈ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഈ മേശേൻ്റെ അടിയിൽ പുതപ്പെല്ലാം വെച്ച് തലക്കാണിയും പുതപ്പൊക്കെ വെച്ചിട്ട് അത് ഞങ്ങളെ വീടാന്നും പറഞ്ഞിട്ട് ഏട്ടനും അനിയനും അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുക. അതുപോലെ വീടാ പോലും ഓല് രാത്രി കിടന്നൊക്കെ ഉറങ്ങുന്ന അതിൻ്റെ അകത്താണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇതുമ്മ എടുത്ത് മാറ്റരുത്, ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല, അയ്യോ പുതപ്പൊക്കെ ഇല്ല, നമ്മൾ കിടക്കുന്ന നേരം വിരിക്കുന്ന പുതപ്പ് അതെല്ലാം എടുത്തിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഈ അലമാരങ്ങൾ കണ്ടില്ലേ, ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. പിന്നെ എനിക്ക് നല്ല ഉപകാരപ്രദമായിട്ട്, കാരണം ഇതൊരു കള്ളിയായിട്ട്, അപ്പോൾ ഓരോ കള്ളിയിലും ഓരോരുത്തരുടെ ഡ്രസ്സ് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാം. എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി. ഇപ്പോൾ ഇതെൻ്റെ ഡ്രസ്സ്, വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ്, അടുത്തതിൽ പിന്നെ എൻ്റെ ഷാള്, അടുത്തതിൽ കുട്ടികളത്, അങ്ങനെ ഇങ്ങനെ ഓരോ കള്ളി സെക്ഷൻ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് വെക്കാൻ കഴിയും. കാരണം നമ്മൾ ഒട്ടാകെ വാരി വലിച്ചിടേണ്ട. ഇന്ന കള്ളിയിൽ ഇന്നതാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ കള്ളി തുറന്നിട്ട് ആ ഡ്രസ്സിങ് എടുക്കുക. ഭയങ്കര എളുപ്പമാണ്. നല്ലോണം നീറ്റായിട്ട് പിന്നെ അടുക്കി പെറുക്കി വെക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അൽമാര. പിന്നെ അങ്ങനെ ഇത് 12 കള്ളിയുണ്ട്. ഇപ്പോൾ 12 കള്ളിയിൽ 12, ഒന്നിൽ പുതിയത്, ഒന്നിൽ പഴയത്, ഒന്നിൽ വീട്ടിൽ നിന്ന്, അങ്ങനെ ഞാൻ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അല്ലേ. കുട്ടികളുള്ള വീട്ടിലുള്ള അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും ഇതിങ്ങനെ തന്നെ. ഓൻ്റെ ക്യൂബ് കട്ട ഇങ്ങനെ തിരിക്കുന്നത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചു തരുന്നതാണ്. അത് ഓന് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വാങ്ങിയതാണ്. ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അങ്ങനെ ഞാനിതാ ക്യാമറ ഓഫ് ചെയ്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള വൃത്തി നിങ്ങൾ നോക്കണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പഴയതുപോലെ തന്നെ പിന്നെയാവും. പിന്നെ നമ്മളൊരു ചെറിയ കൊച്ചു റൂമാണ്. അപ്പോൾ റൂം ചെറുതാണെങ്കിലും നമ്മൾ നീറ്റായിട്ട് കിടന്നാൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനമൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ എല്ലാം വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു കുട്ടികളോട് ഇനി ഇത് വൃത്തികേടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബായ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. ഓക്കെ ബായ്.